ഹായ് കണ്ടല്ല വേറെ നല്ലത് ഇന്ന് സിനിമയുടെ വിശേഷം അതിനെപ്പറ്റി അത്ഭുത പ്രവർത്തിക്കാം നായകനും ഡയറക്ടറും നീയുണ്ടല്ലോ ഞാനുണ്ട് ഞാൻ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട് എന്നാലും ഓക്കെ ഇതിന്റെ വിശേഷങ്ങൾ അറിയണം ആദ്യം എന്താണ് നമ്മുടെ കാണികളോട് പറയാനുള്ളത് നമ്മള് പടം നമ്മൾ ആക്ച്വലി ഇതൊരു റിലീജിയസ് കോമഡി പടമാണ്, ക്രൈസ്റ്റ് കോമഡിയാണ്. അപ്പോൾ അതൊരു ഡിഫറെൻറ്റ് അറ്റംപ്റ്റ് ആണ്. അപ്പോൾ അത് മിക്കവാറും എന്താ പറയുക, എൻ്റെ ഓട്ടത്തിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാ എലിമെൻറ്റ്സും ആഡ് ചെയ്തിട്ടുണ്ട്. സോ തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കേണ്ട സിനിമയാണ്. അതിനുവേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ മ്യൂസിക് ആണെങ്കിലും അതിൻ്റെ എഫക്ട്സ് ആണെങ്കിലും അതിൻ്റെ മറ്റേ സീക്വൻസ് ആണെങ്കിലും എല്ലാം തിയേറ്ററിൽ ആസ്വദിക്കാൻ പാടില്ല. സോ തിയേറ്ററിൽ തന്നെ ആസ്വദിക്കാം. ജൂലൈ 17 വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇത് നമുക്ക് ഇവിടെ അതിന് ശേഷം ബോംബെ സെൻട്രൽ ഇപ്പൊ എപ്പോഴാണെന്ന് കേട്ടിട്ടുണ്ട് ഒരു കോമഡി നമ്മൾ അപ്പൊ എന്നാ ആൾക്കാരെ എപ്പോഴൊന്നും പറഞ്ഞത് കയറി കണ്ടു എപ്പോഴും ആൾക്കാരുടെ കാശ് പോയി എന്ന് പറയും. അതിനെ കുറിച്ച് എന്താ പറയുക? അത് ശരിയാണ്. അല്ല അങ്ങനെ ആരിപ്പത്തെ കാലത്ത് പ്രതീക്ഷ കാണുന്നത് എനിക്കല്ല. എപ്പോഴും ശരിക്കും ഇതിനകത്ത് നമുക്ക് ഈ റിലീജിയസ് പടങ്ങൾ പറഞ്ഞ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് നമുക്കിതിനെ കിട്ടിയത് ആക്ച്വലി. അല്ലെങ്കിൽ ഇതിൽ റിലീജിയസ് അങ്ങനത്തെ യാതൊരു തരം ആൾക്കാരെ ഹേർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ മറ്റേ വയലൻസോ അല്ലെങ്കിൽ സെക്സോ അങ്ങനത്തെ ഒന്നും ഈ സിനിമയിലില്ല. പക്ഷേ ഇങ്ങനത്തെ കുഞ്ഞു കുട്ടികളെ വെച്ചിട്ട് കാണാം. പക്ഷെ നമ്മൾ റിലീജിയസ് സെന്റിമെന്റ്സിനെ കുറിച്ച് പറയുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒന്നും ഹേർട്ട് ചെയ്യുന്നതും അവർ പറയുന്നതുകൊണ്ട് നമ്മളതിനെ ഹേർട്ടൊന്നും ചെയ്യുന്നില്ല സിനിമയിൽ. ഇത് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് എ കിട്ടിയത്. അല്ലെങ്കിൽ അത് കട്ട്സ് അവർ പറഞ്ഞു, കട്ട് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ യു എ തരാൻ തോന്നും. പക്ഷെ നമ്മൾ കട്ട്സ് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് എ കിട്ടിയത്. പിന്നെ എന്തിനും ഏതിനും ഒരു നെഗറ്റീവ് ഉള്ളൊരു കാരണമുണ്ട്. പോലീസ് ഓഫീസറിനെ എടുത്തല്ല, അഡ്വക്കേറ്റുമാരെ എടുത്തല്ല, ഡോക്ടർമാരെ എടുത്തല്ല. എന്തിന് നമ്മുടെ വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 സ്വഭാവമായിരിക്കും. അപ്പൊ ഈ ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും എല്ലാത്തിലും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. ചിലർ പോസിറ്റീവ് മാത്രം കാണുള്ളൂ. അങ്ങനെയുള്ളവരോട് ഞങ്ങൾ തർക്കിക്കാനില്ല. നേരെ മറിച്ച് പോസിറ്റീവ് നെഗറ്റീവ് അറിയാവുന്നവർ ഈ പടം കാണുക. ശേഷം ഞാനും ഇതിന്റെ പ്രിവ്യൂ കണ്ടിട്ടില്ല, ഇല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി പറഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് ചോദ്യങ്ങൾ കൂടി ചോദിച്ചാൽ കണ്ടതിന് ശേഷം നമുക്ക് വീണ്ടും എത്തിക്കുന്നതായിരിക്കും. വേറെ എന്ത് കാര്യങ്ങളാണ് നമ്മുടെ കാണികളോടൊന്നുമില്ല. നമ്മുടെ ജോർജ് സിനിമയിലെ അല്ലല്ല അവരുടെ പാട്ടിനകത്ത് രസമുള്ള ഒരു സാധനം ചെയ്തിട്ടുണ്ട്. ജോർജ് ഞങ്ങൾ വളരെ പണ്ട് മുതലേ കൂട്ടുകാരാണ്. അപ്പോൾ ജോർജ് നമ്മുടെ പടത്തിൽ പാട്ട് ഒരു തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. ജോർജ് വന്ന് നല്ല രസമായിട്ട് ചെയ്തു. ജോർജും കൂടെ അഭിനയിച്ച സിനിമയാണ്. അതുകൊണ്ട് നിങ്ങൾ ജോർജിന്റെ ഫാൻസ് ഈ സിനിമ കാണുന്നത് പ്രത്യേകം നന്ദി. ഞാൻ ഈ വീഡിയോയിലൂടെ അതിന് പ്രത്യേകം നന്ദി. പിന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണ് രാവിലെ വൈകുന്നേരം ഇന്റർവ്യൂലായിരുന്നു. അതല്ല, അതിൽ നിന്ന് ഉപരി ആരെങ്കിലും ചോദിക്കാത്തതായിട്ട് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? അതിനകത്ത് എനിക്ക് കാണികളോട് പറയാനുള്ളത് ഒന്നുമില്ല. നമ്മളെല്ലാ ഫ്രണ്ട്സും കൂടി ചെയ്ത സിനിമയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്. ഞാൻ കൂട്ടുകാരും ജോർജും നമ്മളെല്ലാ ഫ്രണ്ട്സാണ്. അപ്പോൾ എല്ലാം കൂടി ചെയ്ത സിനിമയാണ്. അപ്പം അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ആ സിനിമ കാണുക എന്നുള്ളതാണ്. എന്തായാലും കൂടുതൽ ഞങ്ങൾ പറയല്ല. 17-ാം തീയതി ഇറങ്ങിയാണ്. നിങ്ങൾ ഞാനും എല്ലാവരും കണ്ടതിന് ശേഷം അവരോട് കൂടുതൽ അഭിപ്രായങ്ങൾ ചോദിക്കാൻ പറ്റില്ല. നമ്മൾ ഇത് കണ്ടതിന് ശേഷം നമുക്ക് എല്ലാ അഭിപ്രായങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. എനിക്കും കുറെ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാനുണ്ട്. അപ്പൊ ശേഷം ജൂലൈ 17 ശേഷം അപ്പൊ ബൈ. അതിനെപ്പറ്റി അത്ഭുതങ്ങൾ കണ്ടതിന് ശേഷം ബൈ.